ഉടമ്പടി ചെയ്യുമ്പോൾ ആര് ഉടമ്പടി എടുക്കുന്നു എന്നുള്ളത് ദൈവവും വ്യക്തിയുമായിട്ടല്ലേ. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളാരാണ്? നമ്മൾ ഒരു വ്യക്തിയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റായിട്ടാണ് വരുന്നത് ഉടമ്പടി. അതുകൊണ്ട് ദൈവം ഇതുവഴിയാണ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന. കാരണം പറഞ്ഞ് നീ ഉടമ്പടി ചെയ്തോളാം പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, അമ്മ ഞാൻ എൻ്റെ പേരിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ പേരിൽ ചെയ്തോളാം. ചെയ്തിട്ടുള്ള പറയണത്, ഞാൻ അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും. ഉടമ്പടിയുടെ കാര്യങ്ങൾ വലിയ അനുഷ്ഠാനക്രമങ്ങളൊന്നുമില്ല. ഒരു ശരാശരി ദൈവ പൈതലിന് ചെയ്യാവുന്ന അനുഷ്ഠാനക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പാലിക്കുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപവിപ്രവർത്തനങ്ങൾ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഉപവിപ്രവർത്തനം. അതിൻ്റെ പാപം ഉപേക്ഷിക്കുന്നത്, അതുമെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പാപം ഉപേക്ഷിക്കുന്നതിലാണ് ഇതിനകത്ത് കൂടുതൽ റിസ്ക് ഉള്ളത്, ഇല്ലേ? അതിന് ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ഉടമ്പടിയുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ളത് കാരണം നമ്മൾ ശരിക്കും മൽപ്പിടുത്തം നടത്താൻ പോണത് എവിടെയാണ്? പാപവുമായിട്ടായിരിക്കും മൽപ്പിടുത്തം നടക്കുക. പ്രത്യേകിച്ച് ശീലങ്ങളില്ലേ. ഇപ്പം ശീലങ്ങളുടെ ഇപ്പോൾ ചിലർ സ്വയം പോകുകയും ചെയ്യുന്നവർ ചിലപ്പോൾ ശീലമായി പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുകവലിക്കാര. നിങ്ങൾ പേടിക്കരുത്. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങൾ പേടിക്കരുത്, ഒന്നും പേടിക്കരുത്. ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകരുത്. ദൈവം നീ ഇങ്ങനെ ഓരോ പാപം ചെയ്യുന്നുണ്ടോ എന്നും പറഞ്ഞ് പുറകെ നടക്കണ മനോരോഗ്യമൊന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ച് നിനക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം. ദൈവം നിന്നെ സന്ധിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും നടക്കണ, നിനക്ക് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ച നിൻ്റെ സ്നേഹദൈവമാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തോട് ഇപ്പം ഇനി ഉടമ്പടി ഒന്നും പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒന്നും ഉടമ്പടി മുടങ്ങിപ്പോയി. എൻ്റെ മക്കൾ ഒരു മനസ്താപകരണം ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കണം. വേദനിക്കരുത്. അല്ലാതെ ദൈവത്തെ കള്ളയും പുരുഷം കളിച്ചിട്ട് കാര്യമില്ല. ഒരു മനസ്താപകരണം ചെയ്യല്. അറിയാമോ മനസ്താപകരണം? ഇല്ലെങ്കിൽ ചോദിച്ച് നല്ല സൂപ്പർ പ്രയറാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ ചെല്ലണ പ്രാർത്ഥനയാണ്. സ്വർഗസ്നായതിൻ്റെ ഒപ്പം തന്നെ ചെല്ലും. എന്താണ്? എനിക്കത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളോട് വെറുപ്പ് നമുക്കെപ്പോഴും ഉണ്ടാകണം. മനുഷ്യന്മാരോടും പാപികളെ വെറുക്കരുത്, പക്ഷെ പാപങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കണം. ഒരു പാപത്തെ ചിലപ്പോൾ ബെർണാഡ് പുണ്യാളനൊക്കെ 20 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ് മുൻകോപം ഒതുക്കിയത്. അല്ലാതെ 2 ദിവസമല്ലേ, 20 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണ്. തന്നോട് തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനൊരു പ്രസക്തമായ കാര്യമല്ല. വെദർ വി ഹാവ് ട്രൈഡ് ഓർ നോട്ട്, നമ്മൾ ട്രൈ ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് കാര്യം. വിജയിച്ചാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ടല്ലേ വിജയിക്കണത്, ഇല്ലേ? നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിൽ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ദൈവസഹായം കൊണ്ടാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് വെദർ വി ഹാവ് ട്രൈഡ് ഓർ നോട്ട്, നമ്മൾ അതിൽ ട്രൈ ചെയ്തോ. ഇപ്പം നുണ പറയുന്ന ശീലം നിനക്കുണ്ട്. അപ്പം നീ ഒരു തീരുമാനമെടുത്ത്, എന്താണ്? ഞാൻ എൻ്റെ ജന്മം വരെ ഇനി നുണ പറയത്തില്ല. വേണ്ട, അത്രയും തീരുമാനിക്കണ്ട. അടുത്ത 1 മണിക്കൂറിൽ ഞാൻ അത്രയേ ഉള്ളൂ. അടുത്ത 1 മണിക്കൂറിൽ ഞാൻ ഉടമ്പടി പ്രമാണിച്ച് വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഞാൻ അടുത്ത 1 മണിക്കൂറിൽ ഞാൻ എൻ്റെ നാവ് വ്യാജത്തിനായി ഉപയോഗിക്കത്തില്ല. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്
എന്നിട്ട് ഈശോയുടെ കണക്ക് പുസ്തകത്തിൽ നീ വരവ് വെക്കണം. ഈശോ, ഞാനിങ്ങനെയൊക്കെ മസിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെയൊക്കെ നിൻ്റെ സഹായം ഇല്ലേ. 1 മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും. 1 മണിക്കൂർ വിശുദ്ധി, 1 മണിക്കൂർ ഞാൻ വിശുദ്ധി പാലിക്കും. കാരണം ദൈവം കാലം നിശ്ചയിച്ചപ്പോൾ കാലത്തിന് ഘട്ടം നിശ്ചയിച്ചിട്ടില്ലേ. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈശോനോട് പറയണം. എന്നാ പറയേണ്ടത്? ഈശോയെ, 1 മണിക്കൂർ ഞാൻ എൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും വിശുദ്ധി പാലിക്കാൻ വേണ്ടി ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, നിന്നോടുള്ള സ്നേഹത്താലാണ്, നിന്നോടുള്ള വിശ്വാസത്താലാണ് എന്ന് പറയണം. കാര്യം നമ്മുടെ വിശുദ്ധിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹവുമായിട്ടാണ്. ദൈവത്തോട് സ്നേഹമായിട്ട് എഞ്ചിനെന്ന് പറഞ്ഞാൽ എന്താ? ദൈവമല്ലേ. നമ്മളെല്ലാം ഭോഗികളല്ലേ. ഭോഗികൾ എഞ്ചിനോട് കടുപ്പിച്ചില്ലെങ്കിൽ റെയിൽപാത തന്നെ കിടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വിശുദ്ധിക്കെല്ലാം എഞ്ചിനോട് കടുപ്പിക്കണം. എന്താണ്? കർത്താവിൻ്റെ കരുണയോടും സ്നേഹത്തോടും നമ്മൾ കടുപ്പിക്കണം. എന്ത് ചെയ്താലും എൻ്റെ മക്കൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നീയുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ വരും, വ്യക്തിബന്ധം. കാര്യം നിങ്ങൾക്കറിയാവോ, വൈ വി ലവ് ബൈബിൾ? എന്തുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് വേർഡ്സ്. അതുകൊണ്ടാണ്. അല്ല ബൈബിള് വലിയ കാര്യമായത് കൊണ്ടല്ല. ബൈബിൾ ദൈവത്തെക്കാൾ വലുതൊന്നുമല്ല ബൈബിള്. ആണോ? ഇപ്പം എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ? എൻ്റെ വാക്ക് എന്നേക്കാൾ വലുതാണോ? അല്ല. ചില ആൾക്കാരങ്ങനെ ധരിക്കുന്നുണ്ട് ബൈബിൾ ദൈവത്തെക്കാൾ വലുതാണെന്ന്. ഇല്ല, ബൈബിൾ ദൈവത്തിൻ്റെ വാക്കാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിനേക്കാൾ വലുതല്ലല്ലോ. ആണോ? അല്ല, ദൈവമാണ് വലുത്. അല്ലേ? വൈ വി ലവ് ബൈബിൾ? എന്തുകൊണ്ട് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കുന്നു? അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിൻ്റെ വാക്കായത് കൊണ്ടാണ്. ഈ വാക്കിലാണ് ദൈവത്തിൻ്റെ മനസ്സിരിക്കുന്നത്, നമ്മുടെ വാക്കിലല്ലേ. ഇപ്പം പെണ്ണും ചെറുക്കനെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ മനസ്സ് ചോദ്യത്തിന് മുമ്പ് പെണ്ണിൻ്റെ മനസ്സ് അമ്മ ചോദിക്കത്തില്ല, എന്നാടി എങ്ങനെയുണ്ടടി? അപ്പം ഇവളൊന്നും മിണ്ടത്തില്ല. അപ്പം അമ്മ ചോദിക്കും, നീ എന്നാ വന്നിട്ട് തുറന്ന് പറ, വേണമെങ്കിൽ വേണ്ടെന്ന് പറ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറ. അപ്പോൾ ചില പറയും, ഓ മൗനമാണ്, മൗന സമ്മതമാണെന്ന് പറയാം. അത് കണക്കായിരിക്കും മിക്കവാറും. ഇല്ലേ? പക്ഷെ എന്നാലും ഈ വാക്കെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിൾ. മനസ്സിലായില്ലേ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന്. ദൈവത്തിൻ്റെ മനസ്സാണ് ബൈബിള്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഒന്ന് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ദൈവമേ, വചനമായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ വചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അഭിഷേക വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൽ നിലനിൽക്കാൻ, വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 6:28. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ദൈവഹിതം എവിടെയാ ഉള്ളത്?
കർത്താവിൻ്റെ മനസ്സെവിടെ വെളിപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞ്, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് യോഹന്നാൻ 6:29. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം ആരിലാണ്? നമ്മൾ വിശ്വസിക്കണത് ബൈബിൾ പോലും വിശ്വസിക്കാൻ കാരണം കർത്താവിൻ്റെ ദൈവഹിതം ഇതിലൂടെ വെളിപ്പെടുന്നത് കൊണ്ടാണ്. ദൈവഹിതം ആരാ? ഈശോയാ. മനസ്സിലായില്ലേ? അപ്പോഴേ ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഒന്ന് പറഞ്ഞേ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വ്യക്തിയിൽ വിശ്വസിക്കുമ്പോൾ എപ്പോഴും ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഇപ്പം നിങ്ങളുടെ അപ്പനിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ അമ്മയിൽ വിശ്വസിക്കുന്നു, അല്ലേ? അതുപോലെയല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അപ്പനായാലും അമ്മയായാലും അവരെല്ലാം ശരീരത്തിലായിരിക്കുന്നിടത്തോളം സമയം ശരീരത്തിൻ്റെ കാലാവസ്ഥകൾ. കഴിഞ്ഞ ദിവസം ഒരു രോഗിയായ ഒരു സഹോദരൻ രോഗമുണ്ടായി സുഖപ്പെട്ടു. പിന്നീട് ഇപ്പോഴദ്ദേഹത്തിന് വേറെ ചില രോഗങ്ങൾ വന്നു. അപ്പോഴദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയും, മനസ്സ് തളർന്നു പോകുന്ന അച്ഛാ എന്ന് പറയും. മനസ്സ് തളർന്നു പോകുന്നു. അതായത് മനസ്സ് തളർന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തളർന്നത് എന്താണ്? ശരീരമാണ് തളർന്നത്. ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ വന്നപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രോഗികളെ പ്രത്യേകമായി കരുതണതിൻ്റെ കാര്യം അതാണ് ശരിക്കും. അപ്പം മനസ്സ് തളരണത് എന്താണ് കാരണം? അതിന് മുമ്പ് ശരീരം തളരുന്ന. ഇപ്പം നമ്മുടെ അപ്പനാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും എപ്പോഴും അവരുടെ ശരീരം ഒരേ രീതിയിലിരിക്കുമോ? ഇല്ലേ? അപ്പം അവർക്ക് രോഗങ്ങളും ക്ഷീണങ്ങളൊക്കെ വന്ന് അവരുടെ ശരീരമൊക്കെ തളർന്ന് കഴിയുമ്പോൾ നമ്മുടെ ചില പറയുന്നത് അപ്പനല്ല ഇരിക്കണത്, അപ്പൻ്റെ ഒരു ഓർമ്മയാണെന്ന്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പനല്ല ഇരിക്കണത്, അപ്പൻ്റെ ഒരു ഓർമ്മയാണ്. പണ്ട് അപ്പനായിരുന്നു, ഇപ്പോഴ് അപ്പൻ്റെ ആ പഴയ സ്വഭാവവും ശീലമൊക്കെ പതുക്കെ അങ്ങ് മാറുകയാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു മാറ്റം ദൈവത്തിനുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. യുക്കാറില്ലേ? നിനക്കും എനിക്കും വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ സ്വഭാവങ്ങൾക്കും അമ്മയുടെ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടായാലും കർത്താവിന് മാറ്റമുണ്ടാകത്തില്ല. അതാണ് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വാക്കിലെല്ലാം നമ്മൾ വിശ്വസിക്കണത്. കർത്താവ് പറഞ്ഞ വാക്കുകളില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അന്ത്യം എന്നാ പറയണത്. ഒരു മനുഷ്യനും നമ്മളുടെ കൂടെ അന്ത്യം വരെ ഉണ്ടാവത്തില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കുകയെ, അതായത് ഈശോ അങ്ങനെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ദൈവത്തിന് അറിയാം. കൂട്ടില്ലാത്തതാണ് പ്രശ്നം വന്ന്.
കർത്താവ് സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞ് കൂട്ടില്ലാത്തൊരു പ്രശ്നമാണ്. ഏതായാലും ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു കൂട്ട് തരാം, അതാണ് ചേർന്ന് ഇണയെന്നും പറഞ്ഞുകൊണ്ട് പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും പങ്കാളിയായി നൽകിയത്. പക്ഷെ അങ്ങനെ നൽകിയാൽ പോലും അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും അവന് കൂട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഇണയും തുണയുമായി തന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് നിൻ്റെ ഇണയോ തുണയോ ഒക്കെ നിന്നെ സന്ധിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും നീ ഏകാഗിയായി മാറുകയും ചെയ്താലും ഐ വിൽ ബി വിത്ത് യു, അന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് വിശ്വസ്തം വിശ്വസ്തം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. എൻ്റെ പേര് ഷാനി ബിനോഡ്ജി, ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഇതെൻ്റെ ഹസ്ബൻഡ്, 3 മക്കൾ. ഞാൻ 11 വർഷമായിട്ട് കുവൈറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ അതിൽ സാധിക്കാത്തതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ ഒക്ടോബറിലേക്ക് ഓപ്പൺ ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. അത് ലിങ്കിൽ ഞാൻ ബയോഡേറ്റ അപ്ലോഡ് ചെയ്യുകയും ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് കോള് വന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ കൃപയാൽ, എൻ്റെ മെറിറ്റിലല്ല, പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായതുകൊണ്ട് NOC ഇല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേപ്പർ വർക്കുകൾ നടക്കുകയില്ലായിരുന്നു. അതിനായിട്ട് ഞാൻ NOCക്ക് വേണ്ടി മാനേജ്മെൻറ്റിനെ കുറേ പ്രാവശ്യം അവരെ സമീപിച്ചെങ്കിലും അവർ NOC തരാൻ തയ്യാറായില്ല. ഓരോ പ്രാവശ്യം പോകുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ആ ടേബിളിൽ വിതറിയിരുന്നു. പരിശുദ്ധ അമ്മയുടെ അത്ഭുതമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ അവിടെ നിന്ന് പറഞ്ഞു, ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അവർ NOC തരാമെന്ന്. ഇതൊരു പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതമായ ഇടപെടലുകൾ മാത്രമാണ്. സാധാരണ ഞാൻ റിസൈൻ ചെയ്താൽ ഡിസംബർ വരെയായിരുന്നു എൻ്റെ കോൺട്രാക്റ്റ്. ആ ഡിസംബർ വരെയുള്ള സാലറി ഞാൻ കൊടുക്കണം. അത് വലിയൊരു തുകയായിരുന്നു. അത് എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തതായിരുന്നു. അതിനാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം എനിക്ക് NOC ലഭിച്ചു. NOC ഞാൻ അവിടെ മിനിസ്ട്രിയിൽ കൊണ്ട് സമർപ്പിച്ചു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തരുമെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാനിടയായി. ബൈബിൾ വായിക്കാൻ 2 പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തു. പ്രാർത്ഥിക്കാനുള്ള കൃപ കൂടുതലായിട്ട് എനിക്ക് കിട്ടി. പള്ളിയിൽ പോകാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുവാനും അവിടുന്ന് എനിക്ക് സാധിച്ചു. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സായന പ്രാർത്ഥനയും മുടക്കാതെ എല്ലാ ദിവസവും ഞാൻ കൂടുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് അവിടെ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് രോഗികളോട് സ്നേഹത്തോടെ പെരുമാറുവാനും അവരുടെ ആശ്വാസം പകരുവാനും അവിടെ നിന്ന് എനിക്കിടയാവുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിലെ ചാരിറ്റിയിൽ എൻ്റെ സാലറിയിൽ 1% എല്ലാ മാസവും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ കൃപകൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ് എൻ്റെ കുഞ്ഞിന് നൽകിയത്. അത് എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. പൂർണ്ണ സൗഖ്യം എൻ്റെ ഈശോ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ 3ാമത്തെ കുഞ്ഞിന് പനി കൂടുതലായി ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ വെന്റിലേറ്ററുള്ള
ICU വെന്റിലേറ്ററും കൂടിയുള്ള ഹോസ്പിറ്റലിലോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞ് ആകെ ഒരു ടയേർഡായി, കവിളും കണ്ണും എല്ലാം വീർത്തൊരു രീതിയിലായി. അങ്ങനെ റെഫർ ചെയ്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി. ഒരു ദിവസം മൊത്തം അവിടെ കിടന്ന് വൈകിട്ടൊരു 8 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് തീരെ വയ്യ, കുഞ്ഞിനെ എവിടെയെങ്കിലും വേറെ നല്ല ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലോട്ടായിരുന്നു റെഫർ ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാലും ഞാൻ പറഞ്ഞു അത് വേണ്ട, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ റെഫർ ചെയ്ത് അവിടെ ICU വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെയാണ് കുഞ്ഞ് അവിടെ ICUയിൽ കിടന്നത്. അപ്പോഴും ഞാൻ വെളിയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവമേ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. പക്ഷേ കുഞ്ഞിന് രാത്രിയിൽ അവിടെ ഇവിടെയെല്ലാം ബ്ലഡ് കൊണ്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു മെയിൻ ഡോക്ടറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ആ ഡോക്ടറും ഒരു 4-5 ഡോക്ടറും മെയിൻ ഡോക്ടർമാരെല്ലാം കൂടിയിരുന്ന് അവരെന്നോട് കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞിന് അബ്നോർമൽ സെൽസ് എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല, ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം പറഞ്ഞു അതിനൊരു വിദഗ്ധ ചികിത്സ വേണം, അത് ലുക്കീമിയ എന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. ലുക്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് മെഡിക്കൽ ഫീൽഡ് അറിയത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു RCCയിലാണ് ഇത് പോകേണ്ടത്. RCC എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് ഏതോ മാരകാസുഖമാണെന്ന് ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം റെഫർ ചെയ്തു, RCC പോയി. കുഞ്ഞിനെ കാഷ്വാലിറ്റിയിലോട്ടാണ് കൊണ്ടുപോയത്. കാഷ്വാലിറ്റി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു OP ഡോക്ടർ മെയിൻ ഡോക്ടർ വരും, ആ ഡോക്ടർ വരുന്നുണ്ടെ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞു. 10 മണി വരെ വെയിറ്റ് ചെയ്തു. OP കാണിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ കാലിൻ്റെയൊക്കെ ചെറിയ ചുമന്ന തടിപ്പുണ്ട്. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇത് ലുക്കീമിയാകാനാണ് ചാൻസ്. ഞാൻ അവിടുന്ന് ഉരുകിപ്പോയി. എനിക്ക് വേറെ ഒന്നും പറയില്ല, ഉരുകിപ്പോയി. എന്തു ചെയ്യും? എൻ്റെ ഭാര്യയും കുഞ്ഞും വേറൊരു വഴി കൂടെ അവരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി. എനിക്ക് കയറാൻ പറ്റത്തില്ല. അകത്ത് ചെന്നിട്ട് ഫോൺ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് സാധനം മേടിക്കാൻ വെളി വരും, അപ്പം സംസാരിക്കും. കുഞ്ഞിന് കുറവായിട്ടൊന്നും തോന്നുന്നില്ല. അവരും കൺഫേം ചെയ്തിരിക്കുകയാണ് ലുക്കീമിയ എന്ന് പറഞ്ഞ ക്യാൻസർ ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ലുക്കീമിയ ആയിരുന്നു. കുഞ്ഞിന് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ബോൺ മാരോ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോഴും ഈശോയുടെ പ്രാർത്ഥനയുണ്ട്. അത് എണ്ണയല്ല, എനിക്ക് തോന്നിയത് തൈലമാണ്. അത് വേദന മാറുന്നതും ശരീരത്തിൻ്റെ പൂർണ്ണ ഇതിലും തൈലമാണ് എനിക്ക് തോന്നുന്നത്. എണ്ണയല്ല, തൈലമായിട്ട് പുരട്ടി, ഇവിടെ നിന്ന് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിന് ബോൺ മാരോ ചെയ്തു. ബോൺ മാരോ ചെയ്തപ്പം പറഞ്ഞു അഥവാ ലുക്കീമിയ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ അവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു, വൈകിട്ടായി, 4 മണിയായി. ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് അതല്ല, ലുക്കീമിയ അല്ല. പിന്നെന്ത് ചെയ്തു? അവർക്ക് സംശയമായി ഇതെങ്ങനെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്ത് അവരിത്രയും വിദഗ്ധമായിട്ട് പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ടും ആയില്ല. അവർക്ക് സംശയമായി. എവിടെയോ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് 100% ഉറപ്പുണ്ട്. ദൈവം പ്രവർത്തിച്ചു, ലുക്കീമിയ അല്ല. പിന്നെ അവർക്ക് സംശയമായി. പിന്നെയും ബ്ലഡ് എടുത്തു, മുംബൈക്ക് വിട്ടു. 2 ദിവസം പിന്നെയും വെയിറ്റ് ചെയ്തു. അവിടുന്ന് വന്നപ്പോഴും നെഗറ്റീവ്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്, അത് ഒരാഴ്ച എടുക്കും, നമ്മൾ അയക്കുക, അത് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വരട്ടെ, എന്നിട്ട് ഞാൻ ഫൈനലൈസ് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ്ലെറ്റൊക്കെ താണു, പ്ലേറ്റ്ലെറ്റൊക്കെ കൊടുത്തതുവാ. തിരിച്ച് വീട്ടിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് ചെന്നു. ആ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് അവിടുന്ന് ഈശോയുടെ കൃപ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തന്നു, കുഞ്ഞിന് ലുക്കീമിയ അല്ല എന്ന് അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് എനിക്ക് തന്നു. ഈശോയുടെ എത്ര നന്ദി പറയുന്നത് എനിക്കറിയത്തില്ല. വളരെ സന്തോഷം. അടുത്തതായിട്ട് എൻ്റെ ഈ 2ാമത്തെ മകനെ ജനിച്ചപ്പം മുതൽ അലർജി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ദേഹമെല്ലാം അലർജി ആയിട്ട് ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. ചൊറിച്ചിലാണ്. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം എല്ലാ ദിവസവും
എൻ്റെ നെറ്റിയിൽ പൂശി. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ നെറ്റിയിൽ പൂശി എല്ലാ ദിവസവും അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അവന് ഒരു അലർജിയുമില്ല, എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയിൽ നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ രോഗികളോട്, അവിടെ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് രോഗികളോട് കാരുണ്യമായിട്ട് സ്നേഹമായിട്ടും പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ എൻ്റെ സാലറിയിലെ 1% എല്ലാ മാസവും ചാരിറ്റിയിലേക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ഉടമ്പടി ധ്യാനം ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഉടമ്പടി പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും വേണ്ടി എൻ്റെ സാക്ഷ്യം പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ ഇടയായി. ബൈബിൾ പരിപൂർണമായിട്ടും വായിച്ചു തീർത്തു. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുന്നുണ്ട്. പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനുമുള്ള കൃപ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു.